പെട്ടെന്നായിരുന്നു മുന്നോട്ടാഞ്ഞ് ശ്രീ അവളെ കെട്ടിപ്പിടിച്ചത്. ഒരു വെടിക്കെട്ട് പ്രതീക്ഷിച്ച വൈശു ശ്രീയുടെ കെട്ടിപ്പിടുത്തത്തിൽ പകച്ചു പോയിരുന്നു. ശ്രീ അവളിൽ നിന്ന് വിട്ടുമാറി വൈശുവിനെ നോക്കിയതും കണ്ണു വിടർത്തി തന്നെ അത്ഭുതത്തോടെ നോക്കുകയാണവൾ. മോശമായിട്ടാ തന്നോട് പെരുമാറിയത് ഞാൻ. നിക്കെന്തോ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല ഏട്ടൻ്റെ കല്യാണം. ആളും ആരവുമായി വലിയ പരിപാടിയാക്കണമെന്നായിരുന്നു ഞങ്ങൾക്കെല്ലാവർക്കും. അപ്പോൾ പെട്ടെന്നൊരു ദിവസം താൻ ഏട്ടൻ്റെ കൂടെ കയറി വന്നപ്പോൾ എന്താപ്പോൾ ഞാൻ പറയാം, ക്ഷമിക്കണം. വലിയ തെറ്റാ ചെയ്തേ. പ്രായത്തിൻ്റെ പക്വത പോലും ഞാൻ കാണിച്ചില്ല. എനിക്ക് ശ്രീ മുഖം താഴ്ത്തി അത്രയും പറഞ്ഞതും വൈശു അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവളെ കയ്യിൽ പിടിച്ചു. എനിക്ക് ദേഷ്യമൊന്നുമില്ല കേട്ടോ. ഇത്രയും നല്ലൊരു കുടുംബം കിട്ടിയത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ദേ ഇപ്പോൾ ചേച്ചിക്കും എന്നെ ഇഷ്ടം. സന്തോഷത്തോടെ അവൾ പറഞ്ഞതും ശ്രീ ഉള്ളിൽ നന്നായി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഗൗരവം നിറച്ചു. എന്ന് ഞാൻ പറഞ്ഞോ? ഗൗരവത്തിൽ ശ്രീ പറഞ്ഞതും അവളുടെ പെട്ടെന്നുള്ള മാറ്റം കണ്ട് വൈശു ഒന്ന് പതറിപ്പോയിരുന്നു. അപ്പോൾ ചേച്ചി ഇപ്പോൾ പറ. ഞാൻ അങ്ങനെ പലതും പറയൂ, നീ അതൊക്കെ കാര്യമാക്കാൻ നിന്നാലുണ്ടല്ലോ. ദേഷ്യത്തിൽ അവൾ പറഞ്ഞതും അവളുടെ നീർമിഴികളിൽ കണ്ണുനീർ ഉരുണ്ടുകൂടി. തല താഴ്ത്തിക്കൊണ്ടവൾ നിശബ്ദം തേങ്ങിയതും സ്ത്രീ അത്രയും നേരം പിടിച്ചു വെച്ച ചിരിയെല്ലാം പുറത്തേക്ക് വന്നിരുന്നു. എന്ത് തൊട്ടാവാടിയാണ് വൈശു നീ. ഞാൻ പറഞ്ഞ് ഒന്ന് പേടിപ്പിച്ചൊഴിക്കും നീ അങ്ങ് കരഞ്ഞല്ലോ. എന്തായാലും നല്ല കോംബോ ആണ് നീയും എൻ്റെ ഏട്ടനും. കഥകളിലൊക്കെ ഉള്ള പോലെ കലിപ്പൻ ചെക്കനും തൊട്ടാവാടി പെണ്ണും. പൊട്ടിച്ചിരിച്ചു കൊണ്ടവൾ പറഞ്ഞതും വൈശുവിൻ്റെ കണ്ണിൽ കുറുമ്പ് നിറഞ്ഞു. കണ്ണു കൂർപ്പിച്ച് ശ്രീയെ നോക്കിയതും തലയാട്ടി ചിരിച്ചുകൊണ്ട് ചിരി അടക്കി പിടിച്ചു. എന്നാൽ ചേച്ചിയുടെ കുട്ടി റൂമിലേക്ക് ചെല്ല്. കുറേ നേരമായി ഒരാൾ മുകളിലിരുന്ന് നിന്നെ നോക്കി വെള്ളം ഇറക്കാൻ തുടങ്ങിയിട്ട്. കാത്തിരുന്ന് മുഷിഞ്ഞു കാണും ആള്. പിന്നെ ഫ്രീ ആയിട്ട് ഒരു ഉപദേശം തരാം. ആ കൊമ്പൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ ഇങ്ങനെ നനഞ്ഞ കോഴിയെ പോലെ ആയാൽ ശരിയാവില്ല. കുറച്ചൊക്കെ വാതുറന്ന് 4 വർത്താനം പറയണം കേട്ടോ. റൂമിലേക്ക് പോകുന്ന വൈശുവിനെ നോക്കി ശ്രീ പറഞ്ഞതും അവരുടെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. വൈശു റൂമിൽ കയറിയപ്പോൾ മുഖത്ത് കൈവച്ച് ഹെഡ് റെസ്റ്റിൽ തലയും വെച്ച് കിടക്കുകയാണ് ഹരി. അവൾ വന്നതറിഞ്ഞതും കൈമാറ്റി അവൻ കട്ടിലിരുന്നു കൊണ്ട് അവളെ കൈമാടി വിളിച്ചു. മടിയോടെ അവൾ കട്ടിലിൽ ചെന്ന് കുറച്ച് വിട്ടിരുന്നതും സാരിക്ക് വിടവിലൂടെ നഗ്നമായ ഇടുപ്പിൽ പിടിച്ചുകൊണ്ടവൻ അവളെ അവൻ്റെ അടുത്തേക്കിരുത്തി. അവളുടെ ശ്വാസം ഒന്ന് ഉയർന്നു പൊങ്ങി. പകപ്പോടെ ഹരിയെ നോക്കിയതും അവളുടെ സൗന്ദര്യം ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നവൻ. അവളുടെ കണ്ണിലെ പിടപ്പ് കണ്ടതും വികാരങ്ങളുടെ വേലിയേറ്റം അവനെ സൃഷ്ടിച്ചു. അവൻ്റെ ചുണ്ടിലെ തണുപ്പ് അവളുടെ മിഴികളെ തലോടിയതും അവ താനെ അടഞ്ഞു. അവൻ്റെ അധരം സ്ഥാനം തെറ്റി അവളുടെ കവിളിലും മുക്കുത്തിയിലും പതിഞ്ഞു. അവളുടെ മുഖം കയ്യിലെടുത്ത് അവൻ അവളെ നോക്കിയതും കണ്ണുകൾ ഇപ്പോഴും അടഞ്ഞു തന്നെയാണ്. വിറയാർന്ന അവളുടെ മഞ്ചാടി അധരങ്ങളിൽ അവൻ്റെ ചുണ്ടമർന്നതും പൊള്ളിപ്പിടഞ്ഞു പോയവൾ. കൈകൾ അവൻ്റെ ഷർട്ടിൽ കൊരുത്തു പിടിച്ചു. ആഴത്തിൽ അവളുടെ ചുണ്ട് അവൻ്റെ അധരങ്ങളെ നുണഞ്ഞുകൊണ്ടിരുന്നു. ശ്വാസം വിലങ്ങിയപ്പോഴാണ് രണ്ടുപേരും വിട്ടുമാറിയത്. തല താഴ്ത്തിയിരിക്കുന്ന വൈശുവിൻ്റെ ചുണ്ടിൽ നിന്നും ചോര പൊടിയുന്നത് കണ്ടതും ചിരിയോടെ അവൻ ഒട്ടും നോവില്ലാതെ നനുത്ത ഒരു ചുംബനം നൽകിയവിടെ. അവളെ എടുത്ത് ബെഡിലേക്ക് ചായപ്പോൾ നാണം കൊണ്ട് അവളുടെ മുഖം രക്തവർണം പൂശിയിരുന്നു. വിലങ്ങായി മാറിയ വസ്ത്രങ്ങൾ ഓരോന്നും നിലത്ത് അങ്ങിങ്ങായി സ്ഥാനം പിടിച്ചു. വെണ്ണിലാക്കീർ നാണത്താൽ മുകിലിൻ്റെ മറവിൽ ഒളിഞ്ഞു. നക്ഷത്ര കുഞ്ഞുങ്ങൾ കണ്ണുകൾ ചിമ്മി തുറന്നു. ചെറുനോവ് നൽകി വീണ്ടും അവളിലെ പെണ്ണിനെ അറിഞ്ഞുകൊണ്ടവൻ ഒരു കൈയാൽ അവളെ ചുറ്റിപ്പിടിച്ച് മറുകൈ തലയ്ക്ക് പിന്നിൽ വെച്ചുകൊണ്ടവൻ നിലാവിനെ നോക്കി കിടക്കുകയാണ്. അവൻ്റെ നഗ്നമായ നെഞ്ചിൽ കിടന്ന് തൻ്റെ പ്രാണൻ്റെ സുഗന്ധം ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നു വൈശു. വൈശുട്ടി. അവളുടെ കുറുനരികൾ മാടി ഒതുക്കിക്കൊണ്ടവൻ വിളിച്ചു. തലയുയർത്തിക്കൊണ്ടവൾ നോക്കിയതും ചിരിയോടെ അവൻ പറഞ്ഞു. നമ്മുടെ ആദരാതിരയുടെ അന്ന് എനിക്ക് കള്ളു കുടിച്ച് ബോധം പോയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് വേലത്തരം കാണിച്ചതാണല്ലേ കള്ളക്കണ്ണ. കുറുമ്പോടെ അവൾ അവൻ്റെ നെഞ്ചിലെ രോമം പിച്ചിയതും വേദന കൊണ്ട് അവൻ അലറി. ഡി പെണ്ണെ, നിനക്ക് കുറുമ്പിച്ചിരി കൂടുന്നുണ്ട്. വയറ് ലിക്കിളിയാക്കിക്കൊണ്ടവൻ അവളിലേക്ക് വീണ്ടും ചാഞ്ഞു. എന്താ ഹരിയേട്ട അമ്മയോട് ഒന്നും മിണ്ടാത്തേ? നിങ്ങളൊന്ന് സംസാരിക്കാൻ വേണ്ടി നേരാത്ത നേർച്ചകളില്ല പാപം. നിനക്ക് വേറെയൊന്നും സംസാരിക്കാനില്ലേ വൈശു? എണീറ്റ് പോയേ, ഇക്കൊരു ചായ കൊണ്ടുപോവാ. മടിയിൽ കിടക്കുന്ന വൈശുവിനെ എണീപ്പിച്ചു കൊണ്ടവൻ പറഞ്ഞതും മറുത്തൊന്നും പറയാതെ അവൾ എണീറ്റ് അടുക്കളയിലേക്ക് ചെന്നു. അവൾ പോകുന്നത് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ടവൻ ഫോണിൽ നോക്കാൻ തുടങ്ങി. അമ്മ, ഇന്ന് കോവിൽ വരെ പോയാലോ? കുറേ ആയി പോയിട്ട്. ആ മോളെ, ഞാൻ നിന്നോട് പറയാനിരിക്കുമായിരുന്നു. നീയും ഹരിയും പൊക്കോ. മംഗല്യം കഴിഞ്ഞ് ദേവിക്ക് ഒന്നും അർപ്പിച്ചില്ലല്ലോ. പട്ടും പഴവും ഒരു പൊന്നിൻകുടം പോലും ഹരിയുടെ മംഗല്യ ജീവിതം ദോഷം കൂടാതെ മുന്നോട്ട് പോകാൻ ഞാൻ ദേവിക്ക് നേർന്നിട്ടുണ്ട്. കാര്യസ്ഥനോട് ഞാൻ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. നീ ചെന്ന് കുളിച്ചൊരുങ്ങിക്കോ. ശരി. അങ്ങനെ പറഞ്ഞുകൊണ്ടവൾ മുകളിലേക്ക് കയറി. ശ്രീയുടെ മുറിയുടെ അവിടെ എത്തിയപ്പോൾ ഒന്ന് നിന്നുകൊണ്ടവൾ അകത്തേക്ക് കയറി. നേരം 9 മണിയോടടുത്തിട്ടും മൂടി പുതച്ച് കിടക്കുന്ന ശ്രീയെ കണ്ടതും അരയിൽ കൈവച്ചു പോയി അവൾ.
കുറെ തട്ടി വിളിച്ചെങ്കിലും ഉറക്കം പിടച്ചാൽ കുംഭകർണന്റെ കാരണവളായ സ്ത്രീ കൂടുതൽ പുതപ്പെടുത്ത് പുതച്ചു മൂടി കിടന്നതേയുള്ളൂ. ബാത്റൂമിൽ ചെന്ന് ഒരു കുപ്പിയിൽ വെള്ളമെടുത്ത് അവളുടെ മുഖത്തേക്കൊഴിച്ചതു ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു മുന്നിൽ എളിച്ചു നിൽക്കുന്ന വൈശുവിനെ കണ്ട് അവൾ അലറിക്കൊണ്ട് അവൾക്ക് പിന്നാലെ പാഞ്ഞു. കിലുങ്ങി ചിരിച്ചുകൊണ്ട് വൈശു താഴേക്ക് ഓടിയതും ഒരു കപ്പ് വെള്ളം കൊണ്ട് സ്ത്രീയും അവൾക്ക് പിറകെ ഓടി. ഡി കുട്ടിപ്പിശാശെ, നിൽക്കടി അവിടെ! തിരിഞ്ഞു നിന്നുകൊണ്ടവൾ കോക്രി കാണിച്ച് പുറത്തേക്ക് ഓടിയതും പുറത്തു മുറ്റത്ത് പന പോലെ നിൽക്കുന്ന ഹരിയേട്ടനെ തട്ടി അവൾ പിറകിലേക്ക് തന്നെ വേയിച്ചു. തല ഉയർത്തി നോക്കിയതും ഒറ്റ പിരിക്കം പൊന്തിച്ച് നിൽക്കുന്ന ഹരിയെ കണ്ടതും ഇളിച്ചു കൊണ്ടവൾ തല ചൊറിഞ്ഞ് പിറകിലേക്ക് നോക്കി. ഉറക്കം നഷ്ടപ്പെട്ട ആലസ്യത്തിൽ സ്ത്രീ ഹരിയെ ഒന്നും ശ്രദ്ധിച്ചതേയില്ല. കയ്യിലിരുന്ന വെള്ളം വൈശുവിന് നേരെ ആഞ്ഞൊഴിച്ചതും അത് മുൻകൂട്ടി അറിഞ്ഞ് അവൾ കുനിഞ്ഞിരുന്നു. മുഖത്തു നിന്നും ഒഴുകുന്ന വെള്ളം കൈകൊണ്ട് തുടച്ചവൻ മുന്നോട്ട് നോക്കിയതും പകച്ചു നിൽക്കുന്ന സ്ത്രീയും ചിരിയടക്കാൻ പാടുപെടുന്ന വൈശുവിനെയുമായിരുന്നു. ദേഷ്യം കൊണ്ട് വിറക്കുന്ന ഹരിയുടെ മുഖം കണ്ടതും സ്ത്രീ വന്ന വഴി തിരിഞ്ഞോടി. ഇതൊന്നും ശ്രദ്ധിക്കാതെ വായും പൊത്തി ചിരിയടക്കി പിടിച്ചിരിക്കുന്ന വൈശുവിൽ അവൻ്റെ ശ്രദ്ധ പതിഞ്ഞതും ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്നറിഞ്ഞവൾ മെല്ലെ മുങ്ങാൻ നീന്തതും ഹരിയുടെ കൈ അവളുടെ കയ്യിൽ പിടിമുറുക്കിയിരുന്നു. അത് ചേച്ചി വെറുതെ തപ്പിത്തടഞ്ഞുകൊണ്ടവൾ പറയാൻ തുടങ്ങിയതും ഹരി അവൻ്റെ നനഞ്ഞു കുതിർന്ന മേനി വെച്ച് അവളെ ഇറുകെ പുണർന്നു. ശേഷം മുഖം കൊണ്ട് അവളുടെ മുഖത്ത് ഉരതി. പെട്ടെന്നായതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ കഴിയാതെ തരിച്ചു നിൽക്കുകയായിരുന്നു വൈശു. ഉണ്ടക്കണ്ണും വെച്ച് മിഴിച്ചു നിൽക്കാതെ പോയി ഒരുങ്ങടി വൈശുട്ടി. മൂക്കിൻ തുമ്പിൽ ചെറുതായൊന്ന് കടിച്ചുകൊണ്ടവൻ അകത്തേക്ക് പോയത് വേദന കൊണ്ട് എരിവരിച്ച് അവിടെ തടവിക്കൊണ്ടിരുന്നു അവൻ. ഹാ കക്കക്ക കിടന്നിളക്കാതെ പോയി പല്ല് തേച്ച് കുളിച്ച് ഒരുങ്ങടി ചേച്ചിക്കുട്ടി. നിക്കൊന്നു വയ്യ ആ പോയ സാധനത്തിൻ്റെ കൂടെ ഒറ്റയ്ക്ക് പോവാൻ. ചവിട്ടി കുലിക്കൊണ്ട് വൈശു അകത്തേക്ക് പോകുമ്പോൾ വിളിച്ചു പറയുന്നത് കേട്ട് അവളുടെ കുറുമ്പ് കണ്ട് സ്ത്രീയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. പച്ച ബ്ലൗസിന് മഞ്ഞ ധാവണിയായിരുന്നു വൈശുവിൻ്റെ വേഷം. കണ്ണാടിയിൽ നോക്കി മുടി ഒതുക്കുകയായിരുന്നു അവൾ. അവളുടെ വയറിലൂടെ ശക്തമായൊരു കൈ ഇഴഞ്ഞതും പൊള്ളിപ്പിടഞ്ഞുകൊണ്ടവൾ തിരിഞ്ഞിരുന്നു. ചിരിയോടെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കുന്ന ഹരിയെ കണ്ടതും നാണത്താൽ രക്തവർണ്ണമായിരുന്നു അവളുടെ മുഖം. കൈയെത്തിച്ച് മേശയിൽ വെച്ചിരുന്ന സിന്ദൂരച്ചെപ്പ് എടുത്ത് സീമന്തരേഖയിൽ ഒരു നുള്ളു കുങ്കുമം ചാർത്തി അവൻ അവിടെ മൃദുവായൊന്ന് ചുംബിച്ചു. വിട്ടി ഹരിയേട്ടാ, നിക്ക് കോവിലിൽ പോവേണ്ടതല്ലേ? ഇനി ഇങ്ങനെ ഇരുന്ന പലതും നടക്കുമെന്ന് തോന്നിയപ്പോൾ അവനിൽ നിന്നും കുതറി മാറാൻ നോക്കിക്കൊണ്ടവൾ കുറുമ്പോടെ പറഞ്ഞതും അവൻ്റെ കൈകൾ കൂടുതൽ ബലം പിടിച്ചതേ ഉള്ളൂ. എന്നാൽ നിക്കൊരു ഉമ്മ തന്നിട്ട് പോടി. മീശ വിരിച്ചുകൊണ്ടവൻ പറഞ്ഞതും അവളുടെ മഞ്ചാടി അധരങ്ങളിൽ അവൻ്റെ കവിളിൽ അമർന്നു. മതി മതി, കെട്ടിയനും കെട്ടിയോളും കൂടെ റൊമാൻസിച്ചത്. ഇങ്ങ് വന്നേ, നട ഇപ്പോൾ അടക്കും. ആക്കി ചുമച്ചുകൊണ്ട് സ്ത്രീ അങ്ങോട്ടേക്ക് വന്നതും ജാളിത മറച്ചു പിടിച്ചുകൊണ്ട് ഹരി ഗൗരവം നടിച്ച് മുന്നിൽ നടന്നു. എടി കള്ളി, കിട്ടിയ ഗ്യാപ്പിൽ ഒട്ടാൻ നിൽക്കുക രണ്ട്, ഇങ്ങ് വാ. കൈ പിടിച്ച് ശ്രീ അവളെ പിടിച്ച് വലിച്ചു നടന്നു. കണ്ണു രണ്ടും ഇറുകെ മൂടി അവൾ ചിരിച്ചു കൊടുത്തു. പോകുന്ന വഴിയിൽ മുഴുവൻ ശ്രീ വൈശുവിനെ കളിയാക്കിക്കൊണ്ടേയിരുന്നു. മുന്നിൽ നടക്കുന്ന ഹരി എല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും ചിരിയോടെ മുന്നോട്ട് നടന്നു. കെട്ടിക്കാൻ പ്രായമായ കൊച്ചിൻ്റെ മുന്നിൽ വെച്ച രണ്ടു റൊമാൻസിക്കുന്നേ. എന്നെ കെട്ടിച്ചു വിടണമെന്നുള്ള ചിന്ത ഒരാൾക്കും ഇല്ല. മൂത്ത് നരച്ചു പോകത്തേ ഉള്ളൂ ഞാൻ. ഇനിയും ആരും എന്നെ കെട്ടിച്ചു വിട്ടില്ലെങ്കിൽ ഒരാളെ ഞാൻ അങ്ങ് കണ്ടുപിടിക്കും. അയാളെ കൂടെ എന്നെ അങ്ങ് കെട്ടിച്ചു വിട്ടേക്കണം. ഇനി അതിനും പ്ലാൻ ഇല്ലെങ്കിൽ ആ കലവറയിൽ പൂഴ്ത്തിവെച്ച പൈസ എടുത്ത് ഞാൻ ഒളിച്ചോടും. കളിയാലെ വീമ്പ് പറഞ്ഞുകൊണ്ടവൾ വൈശുവിന് കണ്ണിറുക്കി കാണിച്ചു കൊടുത്ത് ഹരിയെ നോക്കിയതും പറയണ്ടായിരുന്നു എന്ന് അവൾക്ക് തോന്നി. ഡി കുട്ടിപ്പിശാശെ, ഉച്ചത്തിൽ ഹരി വിളിച്ചതും ജീവനം കൊണ്ട് ഒരോട്ടായിരുന്നു ശ്രീ. പെണ്ണിന് 21 വയസ്സായി എന്ന് പറഞ്ഞിട്ട് എന്താ ഇനിയും കുട്ടിക്കളി മാറിയിട്ടില്ല. അവൾ ഓടുന്നത് നോക്കി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ വൈശുവിൻ്റെ തോളിൽ കൈയിട്ട് അമ്പലത്തിലേക്ക് കയറി. ദേവിയെ, ഇപ്പോഴാ ജീവിക്കാനൊന്ന് കൊതി തോന്നുന്നത്. ഈ സന്തോഷം എന്നും കൂടെ തന്നെ ഉണ്ടാവണേ. എന്നും ആ തറവാട്ടിൽ നിന്റെ അനുഗ്രഹം ഉണ്ടാവണം. ദീർഘസുമംഗലിയായി ജീവിക്കാൻ എനിക്ക് ഭാഗ്യം തരണേ. മണ്ണിൽ ഉറങ്ങുന്ന നാൾ വരെ ഹരിയേട്ടൻ്റെ നെഞ്ചിൽ തല ചായ്ക്കണം. അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു വൈശുവിൻ്റെ പ്രാർത്ഥന. ദേവിക്കു മുന്നിൽ കണ്ണടച്ച് തൊഴുത് വൈശുവിനെ നോക്കിയതും ആള് നല്ല പ്രാർത്ഥനയിലാണ്. എന്തോ ദേവിയോട് യാചിക്കുകയാണെന്ന് തോന്നുന്നു. പുരികക്കൊടികൾ വലയുന്നതും നിവരുന്നതുമുണ്ട്. കൗതുകത്തോടെ അവൻ അവളുടെ മുഖത്ത് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ട പലതും ഉണ്ടാവാം, എന്നാൽ എൻ്റെ ഈ ലോകത്ത് നിന്നോളം പ്രിയം മറ്റൊന്നുമില്ല, ഇനി ഉണ്ടാവുകയില്ല. കാറ്റിലാരോ തന്നോട് മന്ത്രിക്കും പോലെ അവന് തോന്നി. അത്രയും പ്രിയപ്പെട്ട ഒന്നായിരുന്നു വൈശാലിയും അവളോടുള്ള പ്രണയവും അവൻ്റെ ഉള്ളിൽ. അവളോടുള്ള പ്രണയം പടർന്നു പന്തലിച്ച് പടുവൃക്ഷമായി ഉള്ളിൻ്റെ ഉള്ളിൽ ഏറെ ആഴത്തിൽ വേഴൂന്നിയിരിക്കുന്നു. അവളെ കാണുന്തോറും പുതിയതെന്തോ കാണും പോലെ അവൻ്റെ നേത്രഗോളങ്ങൾ വികസിച്ചുകൊണ്ടിരുന്നു. ഏട്ടാ, വായി നോക്കി കഴിയുമ്പോൾ കുളക്കടവിലേക്ക് വാ രണ്ടുപേരും, ഞാൻ അവിടെ കാണും. ഹരിയുടെ ചെവിയിൽ സ്വകാര്യം പറഞ്ഞുകൊണ്ട് ശ്രീ സമ്മതം കാക്കാതെ അങ്ങോട്ട് നടന്നു. ജാളിത മറച്ചു പിടിച്ചുകൊണ്ടവൻ വൈശുവിനെ നോക്കിയതും കണ്ണുമടച്ച് പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു അവൾ. പരിസരം മറന്ന് അവനും അവളിൽ ലയിച്ചുപോയി.